കൊറോണ കഴിഞ്ഞിട്ട് ഒരാളോട് ചോദിച്ചു, മാഷെ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഗംഭീരമായി പോകണോ. നന്നായി, കൊറോണ കഴിഞ്ഞാലും നമ്മൾ വളർന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാ, അങ്ങനെയല്ലേ മാഷൊക്കെ വെറുതെ പറയുന്നതെന്ന്. നിങ്ങൾ നോക്കിയാൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു, നമ്മൾ നല്ല കാര്യം പറയുമ്പോൾ അവർക്ക് ഹാപ്പിയാണ്. കാരണം എന്താ, നിങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്താ, കൊറോണ കഴിഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ആൾ ഹാപ്പിയോ? കാരണം എന്താ, അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞുതരാം, മറ്റുള്ളവർ എന്ത് പറയുന്നു, എങ്ങനെ എടുക്കുന്നു, ഇത് നമ്മളെ ബാധിക്കാൻ പാടില്ല. അതൊരു വിഷയമാക്കരുത്. ഞാനാക്കാറില്ലല്ലോ, ഒന്നും ഉള്ളിലെടുക്കരുത്. കാരണം എന്താ, അത് നമ്മുടെ വിഷയമല്ല. അവരുടെ സ്വപ്നം വേറെ, നമ്മുടെ സ്വപ്നം വേറെ. അവരുടെ സ്വപ്നം ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ സ്വപ്നമായി പോകുമ്പോൾ നമ്മൾ ആൾക്കാർ കളിയാക്കുമ്പോൾ അവർക്കും നിമിഷത്തെ കളിയാക്കലാണ്. പക്ഷെ നമുക്ക് അതല്ല, ഒരു ജീവിതത്തിൻ്റെ സ്വപ്നമാണ്. അവരൊരു നിമിഷം കളിയാക്കൽ നമ്മുടെ ഫുൾ ഡേ നശിപ്പിച്ച് കളയും. അങ്ങനെ അവസരം കൊടുക്കരുത്, മൈൻഡ് ചെയ്യരുത്. പൂരത്തിന് ദേവിയുടെ തിടമ്പേൽക്കാൻ പോകുന്ന ആന നടന്നു പോകുമ്പോൾ അപ്പുറത്തും നായ്ക്കൾ കുരയ്ക്കും. ആന മൈൻഡ് ചെയ്യാറുണ്ടോ? ആനയുടെ ഒഴുക്കി നായയുടെ സ്വഭാവം കാണിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കും. ഫോക്കസ് ഓൺ യുവർ ഡ്രീം ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ്.